തൃശൂർ ജില്ലയിലെ പുത്തൻചിറ ഗ്രാമത്തിലെ ചിറമേൽ മങ്കിടിയൻ തോമായുടെയും താണ്ടായുടെയും മകളായാണ് മറിയം ത്രേസ്യ ജനിച്ചത്. തോമാ താണ്ട ദമ്പതികളുടെ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും അടങ്ങുന്ന 5 മക്കളിൽ മൂന്നാമത്തവളായിരുന്നു മറിയം ത്രേസ്യ. ഉത്തമ മാതൃകയായ അവളുടെ അമ്മയുടെ ശിക്ഷണത്തിൽ വളരെയേറെ ഭക്തിയിലും വിശുദ്ധിയിലുമായിരുന്നു അവൾ വളർന്നു വന്നത്. കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ മനം നൊന്ത് അവളുടെ പിതാവും സഹോദരനും മദ്യപാനത്തിന് അടിമകളായി മാറി. ഇങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രേക്ഷിത രംഗത്തെ ഭാവി വാഗ്ദാനം ഉയർന്നു വന്നത്. മറിയം ത്രേസ്യയുടെ ജീവിതത്തിന്റെ ആദ്യ പകുതി വരെ മാമോദീസ പേരായ ത്രേസ്യ എന്ന പേരിലായിരുന്നു അവൾ അറിയപ്പെട്ടിരുന്നത്. 1904 മുതൽ അവൾ തന്റെ നാമം മറിയം ത്രേസ്യ എന്നാക്കി മാറ്റി. കാരണം പരിശുദ്ധ കന്യക അവൾക്ക് ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും മറിയം എന്ന പേര് അവളുടെ പേരിന്റെ കൂടെ ചേർക്കുവാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ അപ്രകാരം ചെയ്യുകയും ചെയ്തു. പ്രവചനവരം, രോഗശാന്തി, തേജോവലയം, മാധുര്യമേറിയ പരിമളം തുടങ്ങിയ നിഗൂഢമായ ദൈവിക സമ്മാനങ്ങളാൽ അനുഗ്രഹീതയായിരുന്നു മറിയം ത്രേസ്യ. ഒരുപക്ഷെ ഇത്തരം നിഗൂഢ വരദാനങ്ങൾ കൊണ്ട് അവൾ നിറഞ്ഞിരുന്നെങ്കിലും തന്റെ വിനയവും എളിമയും നിലനിർത്തുവാൻ ദൈവം അവൾക്ക് ചില സഹനങ്ങളും നൽകി. പിയട്രൽസിനായിലെ പ്രസിദ്ധനും ധന്യനുമായ പാദ്രി പിയോയെ പോലെ അവൾക്കും പഞ്ചക്ഷതമുണ്ടായി. എന്നാൽ അവൾ ഇത് ശ്രദ്ധാപൂർവം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. പാദ്രി പിയോയെ പോലെ തന്നെ ഏതാണ്ട് അവളുടെ ജീവിതകാലം മുഴുവനും അവൾക്ക് പൈശാചിക ആക്രമണങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടതായി വന്നു. 1926 ജൂൺ 8-നാണ് മറിയം ത്രേസ്യ മരണപ്പെടുന്നത്. ഭാരമുള്ള എന്തോ വസ്തു കാലിൽ വീണത് മൂലമുള്ള മുറിവ് അതിയായ സഹനങ്ങൾക്ക് വഴിതെളിച്ചു. പ്രമേഹ രോഗമുണ്ടായിരുന്നതിനാൽ ആ മുറിവ് ഭേദമാകാത്തതായിരുന്നു മരണത്തിന്റെ കാരണം. അവളുടെ മരണശേഷം മറിയം ത്രേസ്യയുടെ പ്രസിദ്ധി നാടെങ്ങും പരന്നു. അവളോടുള്ള മാധ്യസ്ഥ സഹായം വഴിയായി നിരവധി രോഗികൾ അത്ഭുതകരമായി സുഖപ്പെട്ടു. 1999 ജൂൺ 28-ന് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ദൈവദാസിയായിരുന്ന മറിയം ത്രേസ്യയെ ധന്യയായി പ്രഖ്യാപിച്ചു. 2000 ഏപ്രിൽ 9-ന് ധന്യയായ മറിയം ത്രേസ്യയെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ II വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2019 ഒക്ടോബർ 13-ന് വത്തിക്കാനിൽ നടന്ന ശുശ്രൂഷയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.